അച്ഛാ നമസ്കാരം. നമസ്കാരം. അച്ഛൻ്റെ പേര് ഒഫീഷ്യലി വന്നിട്ട് ഫാദർ ഡോക്ടർ ജോൺ തെക്കേടൻ അങ്ങനെയല്ലേ? അതെ. അതെ. ഇപ്പോൾ പക്ഷെ അങ്ങനെ ആ പേരിലല്ലല്ലോ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഈ ജന്മത്തിൽ ആ അത് ഞാനൊരു പൂർവ്വജന്മമായിട്ടാണ് കണക്കാക്കുന്നത്. ആ എൻ്റെ ജീവിതത്തിൽ 4, 5 പൂർവ്വജന്മങ്ങൾ ഉണ്ട് ആ ഈ ജന്മത്തിൽ തന്നെ. ആ അപ്പം ഇപ്പോഴത്തെ ജന്മത്തിൽ ഞാൻ അറിയപ്പെടുന്നത് ആ സേവക് സ്വാമി സ്നേഹാനന്ദ ജ്യോതി. ആ ഞാൻ സ്വാമിയാണോ ഇല്ലയോ എന്ന് ആ ആലോചിക്കാൻ നോക്കി. ആ ആ പൂർണ്ണതയിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അപ്പം സേവക് സ്വാമി എന്ന് പറയുമ്പം എല്ലാവരെയും സേവിക്കുന്ന, ആ എല്ലാവരെയും പിമ്പിൽ നിന്ന് ആ ലീഡ് ചെയ്യുന്ന, ആ അപ്പം ലീഡർഷിപ്പിന് ഞാൻ വേറൊരു അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ഒരു ലീഡറിന് ധാരാളം ലീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പോക്ക്, അദ്ദേഹത്തിൻ്റെ നോക്ക് എല്ലാം അനുസരിച്ച് വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ ചെയ്യാനും ശ്രമിക്കുന്നത്. എനിക്ക് ആൾക്കാരുടെ സംസാരത്തെക്കാൾ അവരുടെ പ്രവൃത്തിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് അതാണ് പ്രാധാന്യമെങ്കിൽ ഞാനും അതല്ലേ ചെയ്യേണ്ടത്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ആദ്യം സ്വാമി സ്നേഹാനന്ദ ജ്യോതി എന്ന സ്നേഹത്തിൽ ആനന്ദിക്കുന്ന പ്രകാശം, അതിനെ ഞാൻ സേവക് സ്വാമി സ്നേഹാനന്ദ ജ്യോതി, മറ്റുള്ളവരെ സേവിക്കുന്ന, അതും ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള വരവാണ്. അതെ. ഒരു സമയത്ത് ഞാൻ ഈശ്വസഭയിലായിരുന്നു. അപ്പം ആ സമയത്ത് ഇതെല്ലാം ഒരു ക്രമേണയുള്ള ഗ്രാജുവലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം ഓരോ കാഴ്ചപ്പാടും അനുസരിച്ച് എൻ്റെ രീതികളും മാറും. കാരണം അതിനെ ഞാൻ ഏറ്റെടുത്ത് പോവുകയാണെങ്കിൽ എന്നിൽ തന്നെ അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം സ്വാമി സ്നേഹാനന്ദ ജ്യോതി സേവക് സ്വാമി സ്നേഹാനന്ദ ജ്യോതിയായി. കാരണം ലീഡർഷിപ്പിൻ്റെ പ്രധാന ക്വാളിറ്റി മറ്റുള്ളവരെ സേവിക്കുമ്പോഴാണ്. പിന്നെ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിന് ഒരു വിലയുമില്ല, ഞാൻ മറ്റുള്ളവരെ സേവിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയുമാണല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കണം, അല്ലെങ്കിൽ സേവിക്കണമെന്നാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ അതേപ്പറ്റി ഒരു ചെറിയ ധ്യാനം നടത്തി, എങ്ങനെയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്. അപ്പം അത് തന്നെ മറ്റുള്ളവർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സേവക് സ്ഥാനത്തേക്ക് വന്നത്. അതാണ് എനിക്ക് ഏറ്റവും യോജിച്ചതായിട്ടുള്ളത്. അതെ അതെ. നമ്മുടെ 100 വർഷം എന്നുള്ള ഒരു സങ്കല്പത്തിലാണല്ലോ ബ്രഹ്മചര്യാശ്രം, ഗൃഹസ്ഥാശ്രം, വാനപ്രസ്ഥാശ്രം, സന്യാസാശ്രം. അപ്പം ആ വഴിക്ക് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ബ്രഹ്മചര്യാശ്രം, പക്ഷേ ബ്രഹ്മചര്യാശ്രമം എന്ന് പറഞ്ഞാൽ ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ, സഭയിലുള്ള ആൾക്കാർ ചാസ്റ്റിറ്റി അത് അവരുടേതാക്കി. വിവാഹിതരായവരും ചാസ്റ്റിറ്റി ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും പരസ്പര പൂരകമാണ്. എന്ന് പറഞ്ഞാൽ ആരും പൊക്കത്തിലുമല്ല, ആരും താഴെയുമല്ല. ഒരു ധാരണ, ഒരു വിളി വന്നു, ഉൾവിളി. ഞാൻ 1957 11 വർഷത്തെ SSLC കഴിഞ്ഞ് സെക്കൻഡറി സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് അന്ന് 11 വർഷമായിരുന്നു. ഇന്ന് 10ാം ക്ലാസ് എന്ന് പറയുന്ന സംഗതി 11 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ്
പോകുമ്പോൾ ലോകത്തെ തകിടം മറിക്കാനും മിഷണറിയായി എല്ലാവരെയും കർത്താവിലേക്ക് വിളിക്കാനുമുള്ള ഈശോസഭയിൽ ചേർന്നു. അവിടെ 25 വർഷം ഉണ്ടായിരുന്നു. അത് വേറൊരു കാര്യം. ഞാൻ ഈശോസഭ വിടുമ്പോൾ പ്രത്യേക ഡിസഗ്രിമെൻ്റ് ഒന്നുമല്ല. എന്നാൽ ഒരു കാര്യത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ എഴുതിയ പുസ്തകങ്ങളോ കാര്യങ്ങളോ അവിടെ ഒരു ഭാഷണവുമില്ല എനിക്ക് എഴുതാൻ പറ്റുകയില്ല. കാരണം സുപ്പീരിയർ അനുവദിക്കാതെ എൻ്റെ ബുക്ക് സെൻസർ ചെയ്ത് അവർക്ക് ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ അംഗീകരിച്ചാലേ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത് അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുതന്നെയല്ല, ഞാൻ പറയുന്നതാണ് കർത്താവിൽ നിന്ന് വരുന്നതാണ്, ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ആരും അതിനെ സെൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ആത്മസ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് ജനിച്ചപ്പോഴേ നമ്മളിൽ വന്നതാണ്. പക്ഷേ അതിനെയെല്ലാം കളഞ്ഞേച്ച് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് കയറി. അപ്പം വിവാഹിതനായ ഒരാൾക്ക് ഒരു സന്യാസി ആകാൻ പറ്റിയല്ല. കാരണം ചാസ്റ്റിറ്റി. അങ്ങനെയാണെങ്കിൽ പരാശര മഹർഷി, വ്യാസൻ്റെ ഫാദർ, അദ്ദേഹം മത്സ്യഗന്ധി എന്ന് പറഞ്ഞാൽ വേറെ ഒരു പേരുണ്ട്, ഞാനിപ്പം അത് എൻ്റെ മനസ്സിൽ വരുന്നില്ല. അവർ വള്ളം തുഴഞ്ഞു പരാശര മഹർഷിയെ അങ്ങേക്കരയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണല്ലോ ഒരു മൂടൽ പോലെ വന്ന് അവിടെ വ്യാസൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ നിന്ന്, ഒരു ക്രിസ്തീയ മതത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് അതിലെ പൗരോഹിത്യത്തിനകത്ത് ഒത്തിരിയേറെ വർഷങ്ങൾ നിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെയും ശരിക്കുമുള്ള ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് അത് ശരിക്കും അച്ഛൻ അതിലേക്കൊന്ന് ടേൺ ആകാനായിട്ടുള്ള ആ ഒരു ടേണിംഗ് പോയിൻ്റ് എങ്ങനെയാണ്? ടേണിംഗ് പോയിൻ്റ് ആദ്യമായിട്ട് തന്നെ ഞാനൊരു സൈലൻറ്റ് വിപ്ലവകാരനായിരുന്നു. ഒരു 5 മീറ്ററോ 3 മീറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ 5 മീറ്റർ. ഈ ലോഹ ഉണ്ടാക്കാനായിട്ട് ഇത്രയും തുണി മതി. ഒന്നാമത് ചൂടാണ്, ഉഷ്ണമാണ്, വേർപ്പാണ്. അത് കഴുകി ഈ കാലാവസ്ഥയ്ക്ക് അതിൻ്റെ അടിയിലൊരു അടിയിൽ പാൻസ് ഉണ്ട്, പിന്നെ അതിൻ്റെ അടിയിൽ അണ്ടർ ക്ലോതിങ്ങും ഉണ്ട്, ഇല്ലേ? ഇതെല്ലാം ധരിച്ചുകൊണ്ട് പോകേണ്ട വലിയ ആവശ്യവുമില്ല. നമ്മുടെ ക്ലൈമറ്റിന് അതൊട്ടും ചേരുന്നതല്ല. അതെങ്ങനെയല്ല, ഒരു സ്ഥലത്ത് ഞാനൊരു സ്റ്റേഷൻ മാസ്റ്ററാണെന്ന് വിചാരിച്ചു ഇതിലൊക്കെ നടക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറേ ആൾക്കാർ തീരുമാനിച്ചു കുർത്ത ആൻഡ് പൈജാമ, വെള്ള, പിന്നെ ചെറിയ ഒരു ക്രോസ്. അപ്പം അറിയേണ്ടവർക്കറിയാം, ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വന്നു. അത് തീ പകരുന്നത് പോലെ, സ്പ്രെഡ് ചെയ്യുന്നത് പോലെ എല്ലാവരും എടുക്കാൻ തുടങ്ങി. അതിനെ അവർ മഫ്തി എന്ന് പറയാൻ തുടങ്ങി. നമ്മുടെ പോലീസിലുള്ളത് പോലെ. പോലീസിലുള്ളതും മഫ്തിയാന്ന് പറയാൻ പറ്റിയല്ല. കാരണം മഫ്തി എന്ന് പറയുമ്പം സിവിൽ ഒരു യൂണിഫോം ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഇത് യൂണിഫോം ഉണ്ട്. ഇത് സിവിൽ ഡ്രസ്സ് എന്ന് പറയാം. നല്ല മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുമാണ്. അപ്പം അത് വന്നപ്പം ഞാൻ എൻ്റെ ലോഹയെല്ലാം പെട്ടി, ഒരെണ്ണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതും പോയി. അത് വേറൊരു കഥയാണ്. എന്നാലും ഞാൻ പറയുന്നത് ഇങ്ങനെ ഞാൻ പുരോഗമിച്ചുകൊണ്ട് വരുന്നതായിട്ട് കണ്ടു. ഭാരതത്തെപ്പറ്റി കൂടുതൽ പഠിക്കാൻ നോക്കി. ഞാൻ ഗുജറാത്തി പഠിച്ചു. ഗുജറാത്തിയിൽ ഞാൻ പഠിപ്പിച്ചു ഹൈസ്കൂളിൽ. ധാർമ്മിക, മോറൽ സയൻസ്, ഇതൊക്കെ ഭാഷ തന്നെ പഠിപ്പിച്ചു. അപ്പം ഞാൻ എൻ്റെ ഭാരതീയത്വം, ഞാൻ ഗുജറാത്തിയാണ്,
ഞാൻ മലയാളിയാണ്, ഞാൻ തമിഴനാണ്, ഉം. ഞാൻ മഹാരാഷ്ട്രയിലാണ്. ഉം. മഹാരാഷ്ട്രയിൽ 9 വർഷം ഞാൻ ഉണ്ടായിരുന്നു. ഉം. അവിടെ വൈദികരെ ട്രെയിൻ ചെയ്യാനായിട്ട്. ഉം. അവിടെ നിന്നാണ് ഞാൻ ഈശ്വസഭ വിടുന്നത്. ഉം. വളരെ നല്ല എല്ലാ എൻ്റെ സുപ്പീരിയേഴ്സിനോടും പറഞ്ഞു. ഉം. അതിനു മുമ്പ് ഞാൻ ചതുരാശ്ര പരമ്പരയെപ്പറ്റി എഴുതിയിരുന്നു. ആഹാ. ആ. ഒരു പ്രിപ്പറേഷൻ പോലെ ആ. എനിക്ക് ഈ 4 ആശ്രമങ്ങൾ ഉം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ രീതിയിൽ കൃത്യമല്ലെങ്കിലും അത് നല്ലൊരു ബ്രഹ്മചര്യം. അപ്പോൾ അവിടെ സ്കില്ല് കിട്ടുക, ജീവിക്കാനുള്ള സംഗതികളെല്ലാം ഈ ഗുരുകുലത്തിൽ നിന്ന് പഠിക്കുക. അതെ. ഗൃഹസ്ഥാശ്രമം ആ. അവിടെ കുടുംബസ്ഥനാണ്. ആ. എന്നാൽ എല്ലാ ആശ്രമങ്ങളും ഒരേ ആശ്രമത്തിൽ ഉം. വർക്ക് ചെയ്യുന്നുണ്ട്. അത് ആൾക്കാർ വിചാരിക്കുന്നില്ല. ഈ ഇതിൽ അതായത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിവാഹമില്ലായ്മ യൂത്ത് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തിനാ കല്യാണം കഴിക്കുന്ന സമയമല്ലോ, അത് ഗൃഹസ്ഥാശ്രമത്തിലാണ്. എന്നാൽ അവിടുത്തെ നല്ല കാര്യങ്ങൾ ഈ ഗൃഹസ്ഥാശ്രമത്തിലും വരണം. അതെ. വിവാഹം കഴിച്ചൊന്നും കണ്ടുകൊണ്ട് ഭാര്യ ഒരു ഭോഗവസ്തുവല്ല. അതെ. അതെ. ആ ഭാര്യയുടെ മൂഡനുസരിച്ച് അവരുടെ മെൻ്റൽ സ്റ്റേറ്റസ്, മാനസിക സ്ഥിതി അനുസരിച്ച് അവരെ മനസ്സിലാക്കി, അവർ എൻ്റെയും മനസ്സിലാക്കി, അവിടെ ത്യാഗവും വരുന്നുണ്ട്, അതെ, സേവനം വരുന്നുണ്ട്, അതെ, പക്ഷേ അതിലുപരിയായി സ്നേഹം വരുന്നുണ്ട്. അതെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങളെപ്പറ്റിയും ഞാൻ പഠിക്കാൻ തുടങ്ങി. അതുതന്നെയല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ക്രിസ്ത്യൻ ഹിന്ദു ആശ്രമങ്ങളിലേക്ക് ഞാൻ പോകാൻ തുടങ്ങി. അപ്പം കന്യാകുമാരിയിൽ ഒരാശ്രമമുണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനുണ്ട്, ഈസ്റ്റ് വെസ്റ്റ് അവേക്കനിങ്. അവിടെയാണ് ബുദ്ധൻ്റെ പ്രേരണ, 8 ഫോൾഡ് പാത്തും വരുന്നത്. ഇന്ന് പ്രാർത്ഥനയിൽ പറഞ്ഞല്ലോ 8. അപ്പം അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം വരുന്നത്. അപ്പം നമുക്ക് ലഭിക്കാൻ സാധിക്കാത്ത സംഗതി ആഗ്രഹിക്കാതിരിക്കുക. അങ്ങനെ പോകുമ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ആവശ്യമുള്ളത് മാത്രം, ഒബ്റ്റെയിൻ ചെയ്യാവുന്നത് മാത്രം ആഗ്രഹിക്കുക. അതും എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം അതിനുള്ള ഒരു വഴിയാണ് ഈ 8 ഫോൾഡ് പാത്ത്. അതെ, അതെ. അത് കിങ്ഡത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? തീർച്ചയായിട്ടും. അവിടെയാണ് ഈ കൊടുമുടിയിലേക്ക് ടോപ്പ് എല്ലാ മതത്തിലും വേണ്ട എല്ലാ സംഗതികളുമുണ്ട്. ഏത് മതമാണ് പറയുന്നത് മനുഷ്യരെ സ്നേഹിക്കരുതെന്ന്, അല്ലെങ്കിൽ അവർ പറയുന്നത് ചെയ്യാതിരിക്കണമെന്ന്, അല്ലെങ്കിൽ വാക്തർക്കം വേണം, വഴക്കുണ്ടാക്കണം? ഞാൻ പറയുന്നത് നമുക്ക് യൂണിറ്റി ഓഫ് ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് റിലിജൻസ്. എന്നാൽ എൻ്റെ സ്പിരിച്വാലിറ്റി മതാതീത ആത്മീയത്വം, മതാതീത ആത്മീയത്വമാണ്.